ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉമ്മുമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ചക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ചക്ക ഒരു മീഡിയം രീതിയിലുള്ള ചക്കയാണ്. നന്നായി പഴുത്തതും അല്ല, തീരെ ചെറുതും അല്ല, നമ്മൾ ചെനച്ചത് എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലുള്ള ചക്കയാണ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. അത് നമ്മളൊരു മീഡിയം സൈസിലാക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് നമ്മളിത് വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഇതൊരു മൺചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അത്യാവശ്യം വലിപ്പമുള്ള പാത്രം തന്നെ എടുക്കാൻ നോക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഉപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 5 ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിലേക്ക് മാറ്റുക. ഞാനിപ്പോൾ വിറകടുപ്പിലാണ് ഇത് വെക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും വെക്കാം. എന്നിട്ടിത് നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് ചിരകിയെടുക്കാം. തേങ്ങൻ്റെ കൂടെ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ചീരമുളക്, ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ ചീരമുളകൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. അതേപോലെ പച്ചമുളകിൻ്റെ എണ്ണ കുറക്കൊക്കെ ചെയ്യുക. അതൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ചിട്ടാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ ഉമ്മമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് അമ്മിയിലാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ടോ അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതെല്ലാം കൂടി തേങ്ങയും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചൊരു അത്യാവശ്യം ഒരു പേസ്റ്റാക്കി എടുക്കുക. നന്നായിട്ട് അരക്കണം എന്നില്ല. ഇതിനിടയിൽ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുള്ള ചക്ക റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അതൊന്ന് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരപ്പ് വേണ്ടത്. നന്നായിട്ട് പേസ്റ്റ് ആവണ്ട, ഈ ഒരു പരുവത്തിലാക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചക്ക വെന്ത് വന്നിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ചക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ എല്ലായിടത്തും എത്തിക്കുന്നൊന്ന് ശ്രദ്ധിക്കുക. എല്ലായിടത്തും എത്തുന്ന ഒരു പരുവത്തിലായിരിക്കണം മിക്സ് ചെയ്യേണ്ടത്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പം തന്നെ ഒരു പ്രത്യേക മണം വരാനുണ്ട്. ഇപ്പം നമ്മുടെ കൂട്ടാൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ കൂട്ടാൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്ക വെച്ചിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. കൂടുതൽ പണികളൊന്നുമില്ല. നമ്മൾ പഴയ കാലത്തൊക്കെ ഇങ്ങനെയായിരുന്നു കൂട്ടാൻ വെച്ചിരുന്നത്. അപ്പോൾ ഉമ്മമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.